കൂടുതൽ പേർക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. മുകേഷിനെതിരെ നേരത്തെ ഉയർത്തിയിരുന്ന മീറ്റു ആരോപണം സിനിമാ പ്രവർത്തകയായ വനിത ആവർത്തിക്കുന്നതും ഇന്ന് കണ്ടതാണ്. അതേസമയം താൻ ആ സ്ത്രീയെ തനിക്ക് അറിയുക പോലുമില്ല എന്ന് പറഞ്ഞാണ് മുകേഷ് ആ ആരോപണത്തെ നേരിടുന്നത്. ഇത് ഭരണപക്ഷത്തു നിന്നല്ല, ഇതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട്. താൻ CPM MLA ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു ആരോപണം ഉയരുന്നത് എന്നാണ് മീറ്റു ആരോപണത്തിൽ മുകേഷിന്റെ പ്രതികരണം വരുന്നത്. ആജ്ഞ രവീന്ദ്രൻ നമുക്ക് ഒപ്പം തുടരുന്നുണ്ട്. ആജ്ഞ, കൂടുതൽ പേർ ആരോപണ നിഴലിലേക്ക് വരുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. നടി ആക്രമിക്കപ്പെട്ട സമയത്ത് ആ നടനൊപ്പം ഉറച്ചു നിന്നവരാണ് ഇപ്പോൾ ഈ ആരോപണ നിഴലിലാകുന്നത് ആദ്യഘട്ടത്തിൽ എന്നതുകൂടി നമ്മൾ കാണണം. പരസ്യമായി ആ നടനെ പിന്തുണച്ച് ആ നടന് വേണ്ടി നിന്നവർ എന്നതാണ് മനസ്സിലാകുന്ന കാര്യം. ഇവിടെ ഇപ്പോൾ മുകേഷ് പറയുന്നത് എനിക്ക് അവരെ പരിചയം പോലുമില്ല, ഇതിന് പിന്നിൽ രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് മുകേഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അടിയന്തര യോഗം ഉടൻ ചേരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ അംഗങ്ങൾ ആരോപണ വിധേയരാകുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രവുമല്ല, സിദ്ദിഖിനെ സിനിമയിൽ നിന്ന് വിലക്കണം എന്ന ഒരു ആവശ്യമാണ് ആ ആരോപണം ഉന്നയിച്ച നടി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, നടി ആക്രമിക്കപ്പെട്ട സമയത്ത് ആ നടൻ ദിലീപിനെതിരെ നടപടിയെടുത്തിരുന്നു അമ്മ. അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു. പിന്നീട് ആ നടപടി ശരിയല്ല എന്ന് കണ്ട് അത് മാറ്റുന്ന സാഹചര്യവും ഉണ്ടായി. അപ്പോൾ ദിലീപ് സ്വമേധയാ തന്നെ അവിടെ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന തീരുമാനം കത്തെഴുതി അറിയിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരുപാട് നാടകീയ മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട്. എന്താണ് അമ്മ സംഘടനയുടെ നീക്കമെന്നാണ് മനസ്സിലാകുന്നത്? സിദ്ദിഖിനെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ? സമാന രീതിയിൽ ആരോപണം നേരിടുന്നവർക്കെതിരെ നടപടികൾ എടുക്കാൻ സാധ്യതയുണ്ടോ? എന്താണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ? രേണുക, ഇപ്പോൾ അമ്മയിൽ ഇങ്ങനെ ഭിന്ന അഭിപ്രായം വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ആരോപണങ്ങൾ കൂടിക്കൂടി വരുന്ന അല്ലെങ്കിൽ പല ആളുകൾക്കെതിരെ ആരോപണ വിധേയർ ഏറുന്ന സാഹചര്യത്തിൽ എന്തായാലും ചൊവ്വാഴ്ച എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടാനിരിക്കെ ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു നടപടിയുമായി അമ്മ മുന്നോട്ടിറങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടക്കത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ തുടങ്ങിയ സമയത്ത് ആദ്യത്തെ ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ട സമയത്ത് നമ്മൾ പ്രതികരണം ആരായാൻ ഇവരുണ്ടായിരുന്ന ഹോട്ടലിൽ ചെന്നപ്പോഴുണ്ടായിരുന്ന തണുത്ത പ്രതികരണം പിന്നീട് അത് വിമർശന വിധേയമായി എന്ന് മനസ്സിലാക്കിക്കൊണ്ടും അന്ന് വൈകുന്നേരം സിദ്ദിഖിന്റെ ഒരു പുസ്തക പ്രകാശന ചടങ്ങുണ്ടായിരുന്നത് കൊണ്ടും അതിനു മുൻപ് ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടാണ് ഈ ഒരു കാര്യം അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ അമ്മ വാർത്താ സമ്മേളനം വിളിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു, പെട്ടെന്നായിരുന്നു അത് തീരുമാനമുണ്ടായിരുന്നതും. എന്തായാലും അതിലുണ്ടായ മുഹൂർത്തങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതില് എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്ന ജോമോളുടെ പ്രതികരണം കണ്ടതാണ്. അത് അങ്ങേയറ്റം അപലപനീയവുമാണ് എന്നുള്ള സ്റ്റാൻഡ് തന്നെയാണ് ഇപ്പോഴും എനിക്കുള്ളതും. കാരണം നമ്മളതിനെ മാധ്യമങ്ങൾ അതിനെ നിശ്ചിതമായി വിമർശിക്കുകയും തുടർ ദിവസങ്ങളിൽ തന്നെ അതിന്റെ അലയൊലികൾ സോഷ്യൽ മീഡിയയിലായാലും മറ്റു മാധ്യമങ്ങളിലായാലും മറ്റുള്ള ആളുകളുടെ റിയാക്ഷനിലായാലും നമ്മൾ കണ്ടതുമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ, അതായത് ശ്വേതാ മേനോൻ ഇതുമായി ശക്തമായ പ്രതികരണവുമായി രംഗത്ത് വരുന്നു. അതുപോലെ ഉർവശി ഈ ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും മുതിർന്ന നടിമാരിൽ അങ്ങേറ്റം തെളിയിക്കപ്പെട്ട നടിമാരിൽ ഒരാളാണ്, മുതിർന്ന നടിമാരിൽ ഒരാളാണ്, അമ്മയുടെ ആജീവനാന്ത മെമ്പറാണ്. അപ്പോ ആ ഒരു സാഹചര്യത്തിൽ ഉർവശിയുടെ സ്റ്റേറ്റ്മെന്റിന് അങ്ങേറ്റം വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് തന്നെ വ്യക്തമാണ്. കാരണം ഞാൻ പറഞ്ഞിരുന്നു, ഉർവശി പറഞ്ഞത് ഇങ്ങനെയാണ്, മൊഴികളാണ്. അതായത് കമ്മിറ്റിക്ക് മുൻപാകെ ഒരു ജസ്റ്റിസ് അധ്യക്ഷയായ, റിട്ടയർഡ് ജസ്റ്റിസ് അധ്യക്ഷയായ ഒരു മുൻ IAS ഉദ്യോഗസ്ഥ ഉണ്ടായിരുന്ന, അതല്ലെങ്കിൽ മുൻ നടി, ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ കണ്ടും കേട്ടും പരിചിതയായ ഒരു നടി കൂടി ഉണ്ടായിരുന്ന ഈ ശാരദ, KV വത്സലകുമാരി, ഹേമ, ഈ 3 പേർ ചേർന്ന് ശക്തമായ ഒരു കമ്മിറ്റിയുടെ മുൻപാകെയാണ് ഈ നടിമാരെല്ലാം ഈ മൊഴികൾ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഇത് മൊഴിയാണ്. ആരെങ്കിലും കരിവാരി തേക്കാനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആർക്കെതിരെയെങ്കിലും ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചു വിടാനായിരുന്നെങ്കിൽ, ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിക്കാനായിരുന്നെങ്കിൽ അതവർക്ക് വാർത്താ സമ്മേളനം വിളിക്കാമായിരുന്നു. അതല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്താമായിരുന്നു. അതല്ല ചെയ്തത്. ഈ മൊഴി കൊടുത്തിട്ടുള്ള ആളുകൾ പോലും ജീവഹാനി ഭയന്ന്, അല്ലെങ്കിൽ അവരുടെ കരിയർ ഭയന്ന് ഈ മൊഴി പുറത്താകുമോ എന്നുള്ള ഭയത്താൽ പലപ്പോഴും റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന ആവശ്യമായി ഹൈക്കോടതിയെ സമീപിച്ചതും അത്തരം ഹർജി കൊണ്ട് കുറച്ചുകാലം ഈ റിപ്പോർട്ട് റിവീൽ ചെയ്യുന്ന സാഹചര്യം വൈകിയതുമുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇത്തരം സാഹചര്യങ്ങളൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴും
ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴുണ്ടായ ഇത്രയധികം ഞെട്ടിക്കുന്ന വിവരങ്ങൾ മലയാള സിനിമാ മേഖലകളിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്നു, ഇത്ര വലിയ സമ്മർദ്ദം സ്ത്രീകൾ അനുഭവിച്ചിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കുമ്പോഴും അതിനുണ്ടായിരുന്ന തണുപ്പൻ പ്രതികരണം പിന്നീട് ഇങ്ങോട്ട് രേണുക സൂചിപ്പിച്ചതുപോലെ അമ്മയിലെ ഭിന്നാഭിപ്രായത്തിന് കാരണമായി എന്ന് തന്നെ ഇന്ന് രാവിലെ കൂടിയാണ് അനൂപ് ചന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട മോഹൻലാലിന് കത്തെഴുതിയത്. അമ്മ പ്രസിഡന്റാണ് മോഹൻലാൽ, അതായത് തുടരാൻ പറ്റില്ല, സിദ്ദിഖ് ഇങ്ങനെ ലൈംഗിക ആരോപണം നേരിടുന്ന ഒരാൾ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി തുടരാൻ പറ്റില്ല എന്ന് നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്നു. ഹൻസിബ ഹസൻ ഇന്നലെ നമ്മുടെ ഷോയിൽ തന്നെ വന്ന് പറയുന്നുണ്ട്, വേട്ടക്കാരനൊപ്പമല്ല നിൽക്കേണ്ടത്, ഇരയ്ക്കൊപ്പമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം മൊഴികൾ ഉണ്ടെങ്കിൽ മൊഴികളിൽ ആരോപണ വിധേയർ അല്ലെങ്കിൽ ആരോപണ വിധേയർക്കെതിരെ മൊഴി നൽകിയവർ പുറത്തു വരുന്ന സാഹചര്യത്തിൽ അവർക്കെതിരെ ആരോപണ വിധേയർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉർവശി ആവശ്യപ്പെടുന്നു. ഇത് ശക്തമായ, അതായത് അങ്ങേയറ്റം ഇന്റേണൽ ക്ലെൻസിങ് അമ്മയിൽ ആവശ്യമാണ് എന്നുള്ള തരത്തിലേക്കുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് മുതിർന്ന നടിയായ ഉർവശി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മുകേഷിനെതിരെ മീറ്റു ആരോപണവുമായി വന്ന ആ നടൻ മുകേഷ് തന്നെയാണ് എന്ന് ആ സിനിമാ പ്രവർത്തക വീണ്ടും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു. സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ച് വന്ന പെൺകുട്ടി അവര് വീണ്ടും സിദ്ദിഖിനെ സിനിമയിൽ നിന്ന് തന്നെ വിലക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതൊക്കെയും നമ്മൾ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നടനൊപ്പം നിന്നിട്ടുള്ള അല്ലെ നടനെ സംരക്ഷിക്കാൻ അന്ന് അമ്മയിലെ ചില ഈ പവർ ഗ്രൂപ്പ് എന്ന് ആരോപിക്കുന്ന ഈ വിഭാഗത്തിൽപ്പെടുന്നവർ കാണിച്ചു കൂട്ടിയ തത്രപ്പാടുകൾ എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. ഇന്ന് പോലും നമ്മളോട് ധർമ്മജൻ ബോൾഗാട്ടി പ്രതികരിച്ചത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാം. അപ്പോ ഈ നടിയെ ആക്രമിച്ച കേസിൽ നടനൊപ്പം അല്ലെ ദിലീപിനൊപ്പം നിന്ന സാഹചര്യത്തിൽ ഇതിൽ അമ്മയിൽ നിന്ന് ദിലീപ് മാറി നിൽക്കുകയാണ് എന്നൊരു സാഹചര്യമല്ല, സ്വയം മാറി നിൽക്കുക എന്ന സാഹചര്യമല്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. സിദ്ദിഖിന്റെ കാര്യവും അങ്ങനെയാണ്. കാരണം ഇത്തരത്തിൽ മാറി നിൽക്കണം, അതല്ലെങ്കിൽ ഇത്തരത്തിൽ ആരോപണ വിധേയരായ ആളുകൾ ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുകയല്ലോ എന്നുള്ളത് മിനിമം മര്യാദയാണ്. ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളും അതിലുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥാനത്ത് നിന്ന് മാത്രമല്ല, പ്രാഥമിക അംഗത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അമ്മ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് നോക്കിക്കാണേണ്ടതുണ്ട്. മറ്റ് ആരോപണം ഉയർന്ന അംഗങ്ങൾക്കെതിരെ എന്ത് നടപടി അമ്മ സ്വീകരിക്കും എന്ന കാര്യം കൂടി വളരെ ആകാംക്ഷയോട് കൂടിയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും അമ്മയുടെ അടിയന്തര യോഗം ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ചേരും എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. തിരിച്ചെത്താം വാർത്തകളിലേക്ക് ഒരിടവേളയ്ക്ക് ശേഷം.